Come on, Anita. നാളെയാണ് ഡിസംബർ 25. Meet my fiancé, Anita. This is Mr. Alex. ഹലോ. നാളെയാണ് ക്രിസ്മസ്. Mrs. Joy. Hello. Mr. D'Souza. നാളെയാണ് ഞങ്ങളുടെ വിവാഹം. Hello. Mr. Carlton. എന്റെ മ്യൂസിക് ട്രൂപ്പിലേക്ക് Mr. Suresh. Hello. ഞാൻ അനിതയെ കൂട്ടിക്കൊണ്ടുപോയി. Come on, sing a song first. Hey, come on. അവർ അനിതയോട് ഒരു ഗാനം പാടാൻ ആവശ്യപ്പെട്ടു. Come on. Come. വിനു, Hey. Be a good girl. Come on. പ്ലീസ് വിനു. Okay. മൗനം ജന്മങ്ങൾ എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ ഉൽകും നിൻ നാദം നൽകൂ ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി ജന്മങ്ങൾ ഉൽകും നിൻ നാദം നൽകൂ വെൺമതികല ചൂടും പെണ്ണിൻ ചാരുതയിൽ പറന്നേറുന്നു മനം മറന്നാടുന്നു സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പേരും പൊന്നേലി എന്നുള്ളിൽ മൗനം വാങ്ങൂ ചെന്തളിരുകളോലും കന്യാവാടികയിൽ വരം നേടുന്നു സ്വയം വരം കൊള്ളുന്നു ഹേമന്തം പോലെ നവവാസന്തം പോലെ പൊന്നിനി എന്നുള്ളിൽ മൗനം വാങ്ങൂ ദൂരം തേറി നീങ്ങും മേഘം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി ലാ 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 la 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 la
കായലിലെ മഞ്ഞളത്തോണിയിലെ എന്നെ നിനക്കിഷ്ടമാണ്, എന്നെ നിനക്കിഷ്ടമാണ്. വിനു, പക്ഷേ നിന്റെ അച്ഛന്റെ ഈ ടൈം ടേബിൾ ചികിത്സയുണ്ടല്ലോ, ബെല്ലടിച്ച് 3 നേരം മരുന്ന് കൊടുക്കുകയും ഒച്ചവെക്കുന്നതിനെ പിടിച്ചുകൊണ്ടുപോയി കറണ്ടടിപ്പിക്കുകയും ചെയ്യുന്ന ഏർപ്പാട്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മകള് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയത് കൊണ്ട് ഭ്രാന്തായി പോയവനെയും 10 ലക്ഷം ലോട്ടറി അടിച്ചു എന്ന് കേട്ട് അന്തം വിട്ട് വട്ടായി പോയവനെയും ഒരേ ചാർട്ട് വെച്ചല്ല ചികിത്സിക്കേണ്ടത്. വിനുവിനെ കുറിച്ച് സാവിത്രിക്കുട്ടിക്ക് എന്താ മനസ്സിലായത്? ഇറ്റ്സ് എ ട്രാജിക് കേസ്. കഷ്ടമാണ്. യെസ്. ഒന്നുകിൽ കഴിഞ്ഞതൊന്നും അവന് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരടവാണിത്. പക്ഷേ അവൻ അങ്ങനൊരു കള്ളനാവാൻ പറ്റില്ല. പിന്നെ മനസ്സിന്റെ കാര്യല്ലേ, ചില പെരും കള്ളന്മാരുണ്ട്, ഒരു പിടിയും തരില്ല. അപ്പൊ നമ്മളെന്താ വേണ്ടത്? ഒരല്പ പോലീസ് കളിക്കുക. എനിവേ, ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ഇന്ന് പുതിയ പാട്ടുകളൊന്നുമില്ലേ? എന്താ? എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകും. അയ്യോ, അച്ഛനറിഞ്ഞാൽ. ഈ മുറ്റം വരെ കൊണ്ടുപോയാൽ മതി. ഞാൻ നല്ല പാട്ട് പാടാം. സാവിത്രി പറയുന്നിടത്തിരുന്നോളാം. എത്ര നാളായി ആകാശം കണ്ടിട്ട്. ഇന്ന് വേണ്ട, നാളെ ആവട്ടെ. ഓടിപ്പോകുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബിനുവിന് ഇപ്പൊ കൊച്ചുകുട്ടികളുടെ മനസ്സാ. കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും. പക്ഷെ സ്നേഹം കൊണ്ടും ശാസനം കൊണ്ടും അനുസരിപ്പിക്കാവുന്നതേ ഉള്ളൂ. ആന്റണിയും മറ്റും കൂടെ കൂട്ടിയാലോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓടിപ്പോവാനാണെങ്കിൽ ഇത് മുമ്പേ ആവാറുന്നില്ലേ? എനിക്കറിഞ്ഞൂടെ എന്റെ ബിനുവിനെ. അച്ഛനറിഞ്ഞാൽ? അറിഞ്ഞാലെന്താ, എനിക്കല്ലേ ചാർജ്. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ട്രീറ്റ്മെന്റ്. അപ്പൊ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ? എന്തിനാ കുട്ടികൾ സംശയിക്കുന്നത്? എനിക്കൊന്നും ശീലമില്ലാത്തോണ്ടാ. അനുഭവങ്ങളിൽ നിന്നാണ് ശീലങ്ങൾ ഉണ്ടാകുന്നത്. സോ ഫസ്റ്റ് യു പ്ലേ വിത്ത് ദ ഗെയിം, then you decide how to play the game. മിനു, നമുക്ക് പുറത്തു പോവാം. എന്റെ ഉടുപ്പൊക്കെ ബാഗിന്റെ അകത്തിരിക്കാൻ ഒന്ന് എടുത്തു തരുമോ?
വന്ന പൈങ്കിളിയല്ലേ തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ ആകാശം താഴുന്നു നീഹാരം തൂകുന്നു കതിരൊളികൾ പടരുന്നു ഇരുളലകൾ അകലുന്നു പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം നോക്കി കൂട്ടിൽ നിന്നും മേട്ടി വന്ന പൈങ്കിളിയല്ലേ തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ തിരുനടയിൽ പൊന്നിൻ മുകിൽ തരും ഇളം നിറം വാരിച്ചൂടി മഞ്ഞിൻ തുകിൽ പടം ഇടും സുമതടങ്ങൾ പോകി മറந்த ഗണങ്ങൾ ഒഴുക്കി മനസ്സിൽ കുറിച്ചു തരുന്നു നിൻ സംഗീതം കൂട്ടിൽ നിന്നും മേട്ടി വന്ന പൈങ്കിളിയല്ലേ തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ തേനിതളണികൾ തേൻ കനിനിരകൾ തേനിതളണികൾ തെന്നൽ നറും നറും മലർമണം എങ്ങും വീശി കാതിൽ കളം കളം കുളിർ മൃദുസ്വരങ്ങൾ മൂളി അനന്തപഥങ്ങൾ കടന്നു അണഞ്ഞു പറഞ്ഞു തരുന്നു നീ കിന്നാരം കൂട്ടിൽ നിന്നും മേട്ടി വന്ന പൈങ്കിളിയല്ലേ തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ ആകാശം താഴുന്നു നീഹാരം തൂകുന്നു കതിരൊളികൾ പടരുന്നു ഇരുളലകൾ അകലുന്നു പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം നോക്കി കൂട്ടിൽ നിന്നും നേട്ടി വന്ന പൈങ്കിളിയല്ലേ തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. തലയ്ക്ക് സ്ഥിരമില്ലാത്തൊരു പയ്യൻ, അവൻ എന്തെങ്കിലും അപകടം കാണിച്ച ആരുത്തരം പറയും? ഉണ്ണികൃഷ്ണൻ എന്താ പറയാനുള്ളത്? ചില പേഷ്യൻസിനെ കോമ്പൗണ്ടിന് പുറത്ത് കൊണ്ടുപോകാറുണ്ട്. അത് ട്രീറ്റ്മെന്റിന്റെ ഭാഗവുമാണ്. കോമ്പൗണ്ടിന് പുറത്ത് കൊണ്ടുപോകുന്ന പേഷ്യൻസിന്റെ ലിസ്റ്റ് വിനോദിന്റെ പേരുണ്ടോ? ഉണ്ടോ? ഉണ്ടോന്ന്? ഇല്ല. പിന്നെ ഇതൊരു സ്പെഷ്യൽ കേസായി കൺസിഡർ ചെയ്തുകൊണ്ട്. അതെങ്ങനെ ഒരു സ്പെഷ്യൽ കേസായി വിതൗട്ട് മൈ നോളജ്? ഓ, സ്വന്തക്കാരനാണല്ലോ അല്ലേ? ഉണ്ണിയങ്കിളല്ല, ഞാനാണ് വിനുവിനെ പുറത്തു കൊണ്ടുപോയത്. ബട്ട് ഹി വാസ് ഇൻ ചാർജ്. അയാൾ സമ്മതിച്ചിട്ടില്ല നീ കൊണ്ടുപോയത്? അല്ല, കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിച്ചോ? എന്നിട്ട് എത്ര വലിയ തെറ്റാ നീ ചെയ്തതെന്നറിയാം? ഐ ഡോണ്ട് വാണ്ട് എനി ഇറസ്പോൺസിബിൾ സ്റ്റാഫ് ഇൻ മൈ ഹോസ്പിറ്റൽ. ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ യു ആർ നോട്ട് സപ്പോസ് ടു സ്റ്റെപ്പ് ഇൻ ടു ദിസ് ഹോസ്പിറ്റൽ.
ഡോക്ടർ നോ നോ കമന്റ്സ്. ഷീ ഈസ് അണ്ടർ സസ്പെൻഷൻ. അതെ. ചുവന്ന വെള്ളം ഒരിടത്തും കിട്ടിയില്ല. പിന്നെ വളയുള്ള കടയിൽ ചെന്നപ്പോ കൈ കാശില്ല. പിന്നെ എടുത്തോണ്ട് ഓടി. എന്നാ വരൂ. പോലീസ് വന്നാലേ ഞാൻ അവിടെ ഇല്ലെന്ന് പറയണേ. ഏയ്. ഒരു ദിവസം പറഞ്ഞു. അതെന്താ പോക്കറ്റിലിട്ടത്? അപ്പൂപ്പന് കൊടുക്കാൻ. ഓ, ഇനി വിനുന് എന്താ തരേണ്ടത്? ഇതിന് അച്ചാർ ഇഷ്ടമാണോ? വേണ്ട. വേണ്ടാന്ന് പറഞ്ഞു. കൊള്ളാം. ചോറ് വേണം. ചോറ്. ഇത് എന്തച്ചാറാണെന്ന് വിനു മനസ്സിലായോ? എന്തച്ചാറാ? മാങ്ങ. മിടുക്കൻ. വിനു, പണ്ട് തെക്കേപ്പറമ്പിലെ രാമച്ചേട്ടന്റെ മാവേന്ന് ഉണ്ണിയേട്ടൻ മാങ്ങ എറിഞ്ഞിട്ട് എന്നത് വിനുവിന് ഓർമ്മയുണ്ടോ? ഒരു വിഷുവിന്റെ അന്ന് ചുറ്റുപാടും പടപടാന്ന് പടക്കങ്ങൾ പൊട്ടുമ്പോ കോട
അമ്പലത്തുകാവിലെ ആറാട്ടിന് ആനവാല വേണമെന്ന് പറഞ്ഞ് വിനു കരഞ്ഞപ്പോ മനക്കിലെ ഗണേശന്റെ വാലിന്ന് ഉണ്ണിയേട്ടൻ ആനവാല കടിച്ചു പറിച്ചത് ഓർമ്മയുണ്ടോ? ഏ? ആ, സാമ്പാർ കുറച്ച് ഒഴിക്കട്ടെ. ആ, ആ, ആ. എന്താ വിനു? ഏ? ഡോക്ടറെ, ആ ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടാ, ആ ഉണ്ണിയേട്ടന്റെ നാടെവിടാ? ഉണ്ണിയേട്ടന്റെ വീടെവിടാ? ഉണ്ണിയേട്ടന്റെ നാടെവിടാ? എന്താ തീർത്ത് വേണം? വേണം. ഞാൻ പോയി കിടക്കാൻ പോവാ. ഒരു ഷർട്ട് കൊടുത്ത എന്തിനാ? ആ നമ്പൂതിരിയില്ലേ നീ തീ കലവറ അയക്ക് കൊടുക്കാൻ. ഇല്ല. അപ്പൂപ്പനൊന്നുണ്ടോ? ഗുഡ് നൈറ്റ്.